1978 സൗത്ത് അമേരിക്കയിലെ ഗയാന എന്ന് പറയുന്ന പട്ടണം. ആ പട്ടണത്തിൽ അന്ന് 305 കുട്ടികളടക്കം 900 പേര് സ്വന്തം ഇഷ്ടപ്രകാരം സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. തൻ്റെ അമ്മമാര് കൊടുത്ത സയനൈഡ് വിഷമാണെന്നറിയാതെ മേടിച്ചു കഴിക്കുകയും പെടഞ്ഞു മരിക്കുകയും ചെയ്ത 305 കുട്ടികൾ. ആ പട്ടണത്തിൽ അന്ന് എവിടെയും മരണത്തിന്റെ ഗന്ധം മാത്രം, മരണത്തിന്റെ ഭീകരത മാത്രം. എവിടെയും സങ്കടങ്ങൾ തടം കെട്ടി നിൽക്കുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്രെയിൻ വാഷിംഗ് എന്ന ഫിനോമിനെ പറ്റിയിട്ടാണ്. ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്ന വിഷയത്തെ പറ്റിയാണ്. നമ്മുടെ വിജയത്തെ തടയുന്ന, നമ്മുടെ ജീവിത വിജയത്തെ തടയുന്ന അടുത്തൊരു കൾട്ടാണ് ബ്രെയിൻ വാഷിംഗ്. എന്താണ് ബ്രെയിൻ വാഷിംഗ്? തിരിച്ച് ഗയാന നഗരത്തിലേക്ക് തന്നെ നമുക്ക് തിരിച്ചു വരാം. 1931 ജനിച്ച മിടുക്കനായ ഒരാൾ, ജിം ജോൺസ്. നല്ല ഒറേറ്റർ, മിടുക്കനായി സംസാരിക്കുന്നു. എല്ലാ തരത്തിലും ആളുകളെ വാക്ചാരിത്യം കൊണ്ട് കയ്യിലേക്ക് ഒതുക്കാൻ കഴിയുന്ന രീതിയിൽ ഒരാൾ. അങ്ങനെ അദ്ദേഹം 1970 പീപ്പിൾസ് ടെമ്പിൾ എന്ന് പറയുന്ന ഒരു ചർച്ച് അദ്ദേഹം രൂപീകരിക്കുന്നു. തന്റെ വാക്കുകളുടെ ശക്തി ഒന്നുകൊണ്ട് മാത്രം മറ്റുള്ളവരെ ആകർഷിക്കുന്നു. ആയിരക്കണക്കിന് ആളുകൾ അതിലേക്ക് വരുന്നു. ജിം ജോൺസ് എന്താണോ പറയുന്നത് അത് പൂർണ്ണമായിട്ടും അനുസരിക്കുന്ന തരത്തിലേക്ക് ആളുകൾ മാറുന്നു. 1978 ആയപ്പോഴേക്കും ജിം ജോൺസിന്റെ പ്രസ്ഥാനം സംശയത്തിന്റെ നിഴലിലേക്ക് എത്തുന്നു. സംശയത്തിന്റെ നിഴലിലേക്ക് എത്തി അന്വേഷണത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ, അന്നത്തെ ഒരു ദിവസം പിടിക്കപ്പെടുമെന്ന് മനസ്സിലായപ്പോൾ, അല്ലെങ്കിൽ പ്രശ്നങ്ങളാവുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, തന്റെ ആളുകളെല്ലാം വിളിച്ചു വരുത്തി അദ്ദേഹം വലിയൊരു പ്രഭാഷണം നടത്തുന്നു. ആ പ്രഭാഷണത്തിനൊടുവിൽ സ്വയം ഇഷ്ടപ്രകാരം 900-ലധികം ആളുകൾ, 305 കുട്ടികളടക്കം സ്വന്തം സൈനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്യുന്നു. ഇതെങ്ങനെയാണ് സംഭവിച്ചത്? ജിം ജോൺസ് എന്ന് പറയുന്ന ആ മനുഷ്യന്റെ ബ്രെയിൻ വാഷിംഗ് നിമിത്തമാണ്. തന്റെ വിശ്വാസ പ്രമാണങ്ങളെല്ലാം മാറ്റിമറിച്ച്, തങ്ങൾ വിശ്വസിച്ച വിശ്വാസ പ്രമാണങ്ങൾ ഒന്നുമല്ല എന്നുള്ള രീതിയിലേക്ക് മാറ്റിമറിച്ചുകൊണ്ട് അവരിലേക്ക് ജിം ജോൺസ് എന്ന് പറയുന്ന മനുഷ്യൻ തന്റെ വിശ്വാസ പ്രമാണങ്ങളെ അവരിലേക്ക് അടിച്ചേൽപ്പിച്ചു. ബ്രെയിൻ വാഷിങ്ങിലൂടെ അവരുടെ സ്വഭാവത്തെ തന്നെ മാറ്റിമറിച്ചു. ജിം എന്താണോ പറയുന്നത് അത് ചെയ്യുന്ന രീതിയിലേക്കുള്ള ഒരു പാവകളായി അവർ മാറി. നമുക്ക് ഏവർക്കും അറിയാം, 60 ലക്ഷത്തോളം ജൂതന്മാരെ കൊന്നൊടുക്കിയ ഹിറ്റ്ലർ ആരെയാ ബ്രെയിൻ വാഷ് ചെയ്തത്? ജർമ്മൻ ജനതയെ ബ്രെയിൻ വാഷ് ചെയ്തു. ജർമ്മൻ ജനതയെ ഭംഗിയായിട്ട് ബ്രെയിൻ വാഷ് ചെയ്തുകൊണ്ടാണ് 60 ലക്ഷത്തോളം ജൂതന്മാര് കൊല ചെയ്യപ്പെട്ടത്. നമ്മുടെ ജീവിതത്തിലെ ജീവിത വിജയത്തെ തടയുന്ന അടുത്തൊരു കൾട്ടാണ് ബ്രെയിൻ വാഷിംഗ്. ലോകത്ത് എവിടെ നോക്കിയാലും ബ്രെയിൻ വാഷിംഗ് കാണാൻ കഴിയും. എവിടെയും ബ്രെയിൻ വാഷിംഗ് കാണാൻ കഴിയും, അല്ലെ? നമ്മുടെ ജീവിതത്തിൽ ബ്രെയിൻ വാഷിംഗ് കാണാൻ കഴിയും. പൊളിറ്റിക്സ് എടുത്തോളൂ, രാഷ്ട്രീയം എടുത്തോളൂ, അതിൻ്റെ ഉള്ളിലും ബ്രെയിൻ വാഷിംഗ് ഇല്ലേ? നമ്മൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രമാണങ്ങളെയാണ് മാറ്റിമറിക്കാൻ ശ്രമിക്കുന്നത്. ചിലരെല്ലാം മാറ്റിമറിക്കുന്നതും മാറ്റിമറിക്കാൻ പറ്റുന്നതും. ഒരു ഭീകരവാദി ഉണ്ടാവുന്നു, അല്ലെങ്കിൽ തീവ്രവാദി ഉണ്ടാവുന്നു എന്നൊക്കെ പറയില്ലേ? അവർ പെട്ടെന്ന് ഉണ്ടാവുന്നതാണോ? താൻ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെല്ലാം മാറ്റിമറിച്ച് ആ തീവ്രവാദ സംഘടന എന്താണോ വിശ്വസിക്കുന്നത് ആ വിശ്വാസം നിങ്ങളിലേക്ക് ഏൽപ്പിച്ച് ആ വിശ്വാസം മാത്രമാണ് ശരിയെന്ന് പറഞ്ഞ കുറേ സമയങ്ങളെടുത്ത് ബ്രെയിൻ വാഷിങ്ങിന്റെ ഭാഗമായിട്ടാണ് ആൾ എന്തായി മാറുന്നത്? വേറൊരു പുതിയ തീവ്രവാദിയായി മാറുന്നത്. നമ്മുടെ കൂട്ടുകാർ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാറില്ലേ? നമ്മുടെ സമൂഹം നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാറില്ലേ? നമ്മൾ അറിയാത്ത ചില ആളുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് കയറി വന്ന് അവര് നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യാറില്ലേ? എങ്ങനെയാണ് ബ്രെയിൻ വാഷിംഗ് തടയാൻ പറ്റുക? നമ്മുടെ വിശ്വാസങ്ങളിൽ നമ്മൾ വിശ്വസിക്കാൻ ശ്രമിക്കുക. നിങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾ ചിന്തിക്കുമ്പോൾ, നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെന്ന് കരുതിയിട്ട് നിങ്ങൾ പ്രവർത്തിക്കാൻ തുടങ്ങി കഴിയുമ്പോൾ നിങ്ങളുടെ വിശ്വാസങ്ങളിൽ നിങ്ങൾ അല്പം വിശ്വസിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടവരുമായിട്ട് നിങ്ങൾ സംവദിക്കുക. ഏറ്റവും പ്രിയപ്പെട്ടവരായിട്ട് നിങ്ങൾ സംവദിക്കുക. അവരുമായിട്ട് കാര്യങ്ങൾ പങ്കുവയ്ക്കുക. തൻ്റെ വിശ്വാസങ്ങളെ പറ്റി സംസാരിക്കുക. ഏറ്റവും വലുത് കുടുംബത്തിൽ നിങ്ങൾ സംസാരിക്കുക. കുടുംബത്തിൽ ചർച്ച ചെയ്യുക. തൻ്റെ വിശ്വാസങ്ങളാണ് ഏറ്റവും വലുതെന്നുള്ള ആ വിശ്വാസത്തെ നെഞ്ചിലേറ്റാൻ നിങ്ങൾക്ക് പറ്റുക. അല്ലെങ്കിൽ മറ്റുള്ളവരുടെ വിശ്വാസങ്ങൾ നമ്മൾ നെഞ്ചിലേറ്റാൻ ശ്രമിക്കുമ്പോൾ അവരുടെ വിശ്വാസങ്ങളിൽ കൂടെ നമ്മൾ ബ്രെയിൻ വാഷിംഗ് നിമിത്തം നമ്മുടെ വിജയം തടയാനുള്ള ഒരു കൾട്ടായിട്ട് മാറുന്നു. ജീവിതത്തിൽ ഏറ്റവും വലിയൊരു കൾട്ടായി ഈ ബ്രെയിൻ വാഷ് മാറാതിരിക്കാൻ നമ്മൾക്കെവർക്കും ശ്രമിക്കാം. ഇനിയും ഇതുപോലെയുള്ള കൾട്ടുകളെ പറ്റി അടുത്ത വീഡിയോയിൽ നമുക്ക് സംസാരിക്കാം. താങ്ക് യു.